എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഒരു കുഞ്ഞു വിഷു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ അമ്പാലയിലത്തെ വിഷു ആഘോഷം എങ്ങനെയായിരുന്നു എന്ന് കാണാം. വരൂ. അപ്പോൾ വിഷു ഒരുക്കൊക്കെ നമ്മൾ തലേദിവസം തന്നെ തുടങ്ങുമല്ലോ. വിഷുവിന് കണി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഞങ്ങൾക്ക് കണ്ണൂരുകാർക്ക് നിർബന്ധമാണ്. ഉണ്ണിയപ്പം പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും മധുരപലഹാരം ഉണ്ടാക്കും, അച്ചപ്പോ പഴംപൊരിയോ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എന്തായാലും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം വൈകിട്ട് 7 മണിയൊക്കെ ആകുമ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്കും കൂടി പോകാനുണ്ടായിരുന്നു. അത് കാരണം ഉണ്ണിയപ്പം പെട്ടെന്ന് ഉണ്ടാക്കി തുടങ്ങി. ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ, ലഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നെ എനിക്ക് അച്ചപ്പം വേണം എന്ന് പറഞ്ഞ കാരണം ഒരിത്തിരി അച്ചപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അച്ചപ്പം അത്ര പെർഫെക്റ്റായി വന്നില്ല. ടേസ്റ്റ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഷേപ്പ് അത്രയും നോർമലി നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ അച്ചപ്പത്തിൻ്റെ പെർഫെക്റ്റ് ഷേപ്പ് ആയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒരുവിധം ഒപ്പിച്ചു. അങ്ങനെ ഉണ്ണിയപ്പോൾ അച്ചപ്പമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ. അപ്പോൾ April 14 ആ കൊച്ച് ജനിച്ചിട്ടുണ്ടായിരുന്നു. ഹനീൻ്റെ സെയിം ഏജ് തന്നെ. 2018 April 14 ആ കുഞ്ഞ് ജനിച്ചത്. അപ്പോൾ ആ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയി വന്ന ശേഷമാണ് കണി ഒരുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഈ വർഷം കണി ഒരുക്കാനുള്ള സമയം രാത്രി 12 മണി മുതൽ 1 മണി 1:05 വരെ എന്തോ ആയിരുന്നില്ലേ. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് തന്നെ 12 മണിയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹനിയും മൂന്തൊക്കെ ഉറങ്ങാൻ പോയി. പിന്നെ അതിന് ശേഷമാണ് ഞാൻ കണി ഒരുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ പണ്ട് മുതലേ ഉരുളിയിലല്ല കണി വയ്ക്കുക. ഞങ്ങളിങ്ങനെ കണി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും നിരത്തി വെക്കുക ചെയ്യുക. കുറച്ച് കളമൊക്കെ വരയ്ക്കും വീട്ടിലൊക്കെ ആണെങ്കിൽ. പക്ഷേ എനിക്ക് പിന്നെ അതിന് കളം വരയ്ക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഉണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് കണി വെച്ചു. പിന്നെ വെറ്റില, അടക്ക, ധാന്യങ്ങൾ, അരി, ബുക്ക്, കൃഷ്ണൻ്റെ പ്രതിമ, നിലവിളക്ക്, കിണ്ടി, പിന്നെ പുതിയ വസ്ത്രം, അതൊക്കെ എല്ലാവരും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ പപ്പടവും ഉണക്കമുളകും ഒക്കെ വയ്ക്കും. ഒരു കുഞ്ഞു ചക്ക മലയാളി കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന്. അപ്പോൾ അതും പിന്നെ ഇത്തിരി നേന്ത്രപ്പഴവും കുഞ്ഞു പഴവും കിട്ടി മലയാളി കടയിൽ നിന്ന് തന്നെ. അതും പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുങ്കുമം, കണ്ണാടി, സ്വർണം, വെള്ളി, പൈസ, അതൊക്കെയാണ് കണി വയ്ക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ നിരത്തിയാണ് വെക്കുക. അപ്പോൾ കൊന്നപ്പൂ എനിക്ക് ഒറിജിനൽ കൊന്നപ്പൂ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂ വെച്ച് ചെയ്തു. കഴിഞ്ഞ വർഷം തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊന്നയുണ്ട്, പക്ഷേ കൊന്ന പൂക്കുന്നത് ജൂണിലാണ്. അപ്പം ജൂണിലാണ് ഇവിടെ നല്ല ചൂട് വരിക. അപ്പോൾ ചൂടത്താണല്ലോ കൊന്ന പൂക്കുന്നത്. അത് കാരണം പിന്നെ ആർട്ടിഫിഷ്യൽ കൊന്നപ്പൂവാണ് വെച്ചത്. അങ്ങനെ ഒരു 1 മണി 1:30 ആയപ്പോൾ കണി വെച്ച് കഴിഞ്ഞ് ഞാൻ ഉറങ്ങി. രാവിലെ 4:30 ആയപ്പോൾ എഴുന്നേറ്റതേ വിളക്കൊക്കെ കൊളുത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഹനീനെ വിളിക്കണം. ഹനി 2 ദിവസം മുമ്പേ ചോദിക്കുന്നുണ്ട്, അമ്മേ കണ്ണൊക്കെ ഇങ്ങനെ അടച്ചിട്ട് കൊണ്ടുവന്ന് എന്നെ കണി കാണിക്കില്ലേ എന്ന്. അപ്പോൾ ഇനി അതെ ഞാൻ വിളക്ക് വെച്ച് കണിയൊക്കെ കണ്ടു. ഇനി ഹനീനെയും മൂത്തിനെയും വിളിക്കണം. ഇനി ഹനീനെ വിളിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ ഹനീനെ കണ്ണൊക്കെ അടച്ച് പിടിച്ച് കണി കാണാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ഹനി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കണി കാണണ്ടേന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഫ്രോക്കൊക്കെ ഇട്ട് ആണ് കിടന്നുറങ്ങിയത്. അങ്ങനെ ഹനി വന്നിട്ട് കണി കാണുന്നുണ്ട്. അപ്പോൾ ഹനിക്ക് ഓരോ സാധനം എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇപ്പം നല്ലോണം കാണണം എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഇട്ടു. ശരിക്കും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കണി ഒക്കെ ഇഷ്ടപ്പെട്ടു. അത് കണി ഒരുക്കുന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് വന്ന് അങ്ങനെ നേരെ ഉറങ്ങാൻ പോവുക ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാത്രമാണ് ഇരുന്ന് ഒറ്റയ്ക്ക് കണി ഒരുക്കിയത്. ഹനി അപ്പോഴേ ഉറങ്ങി. എന്നെയും കൂടി ഹെൽപ്പ് ചെയ്യാൻ വിളിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ പാർട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്ന കാരണം പിന്നെ അങ്ങനെ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോഴാണ് കാണുന്നത് എന്താണെന്നുള്ളത്. അങ്ങനെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഹനിക്ക് അച്ഛൻ കൈനീട്ടൊക്കെ കൊടുത്തു. അപ്പോൾ അത് April 15 ഇപ്രാവശ്യത്തെ വിഷു. അതുകൊണ്ട് ഹനിക്ക് സ്കൂളും ഉണ്ടായിരുന്നു, മൂഞ്ചത്തിന് വർക്കിംഗ് ആയിരുന്നു. April 14 ഇവിടെ സ്കൂളും ഓഫീസൊക്കെ അവധി, അംബേദ്കർ ജയന്തിൻ്റെ. അപ്പോൾ ഈ വർഷം വിഷു April 15 കാരണം പിന്നെ അവർക്ക് 2 പേർക്കും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. ഹനീനെ സ്കൂളിൽ വിടാൻ തീരുമാനിച്ചു. കാരണം ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ, ഉച്ചയ്ക്ക് വന്നിട്ട് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിൽ ഹനിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹനീനെ സ്കൂളിൽ വിട്ടു. മൂത്ത ഓഫീസിലും പോയി. അപ്പം സദ്യ ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഹനീൻ്റെ പിറന്നാളിന് ഒരാഴ്ച മുമ്പേ സദ്യ ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെയും സദ്യ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഹനിയും മൂത്തും ബിരിയാണി വേണം എന്ന് പറഞ്ഞ കാരണം ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ നോർമലി നോൺ വെജൊക്കെ കഴിക്കും വിഷുവിനും ഓണത്തിനും.
അത് കാരണം പിന്നെ സദ്യ തന്നെ വേണമെന്നുള്ള നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു 4 പേര്. അപ്പോൾ അത്ര പേരെ ഉണ്ടായിരുന്നു, വേറെ കൂടുതൽ ഗസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹനിയും മോഞ്ചിത്ത് ഓഫീസിൽ പോയി. ഞാനാണെങ്കിൽ ബിരിയാണിയുടെ പ്രിപ്പറേഷനിലേക്കും കടന്നു. ഹനീൻ്റെ സ്കൂൾ 2 മണി വരെയാണ്, മൂന്നത്തിന് ഓഫീസ് 2:30 വരെയാണ്. അപ്പോൾ പതുക്കെ ഒരു 2:45 3 മണിക്കാകുമ്പോഴത്തേക്കും റെഡിയായാൽ മതിയായിരുന്നു. ആ സമയത്തൊക്കെ ഇവർ വന്ന് കുളിച്ചൊക്കെ റെഡിയാവുള്ളൂ. പിന്നെ പായസം ഉണ്ടാക്കിയത് സേമിയ പായസമാണ്. പാൽപ്പായസം നേരത്തെ കഴിഞ്ഞ ദിവസം പിറന്നാളിന് ഉണ്ടാക്കിയില്ല. ബിരിയാണി റെഡിയായി, പായസം റെഡിയായി. പപ്പടം ഉണ്ടാക്കാനുള്ള എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാലഡായി, പപ്പടമായി, ഇലയൊക്കെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ മുറിച്ചു. പിന്നെ ബീട്രൂട്ട് പച്ചടിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അതിന് സമയം കിട്ടിയില്ല. അത് കാരണം പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയത്. ഞങ്ങളുടെ ഗസ്റ്റൊക്കെ വന്നു. എല്ലാവരും ഹനി വന്ന് ഡ്രസ്സൊക്കെ മാറി, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു. അത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. ഹനീൻ്റെ പ്രിയപ്പെട്ട അഭിചേച്ചി കൊടുത്ത ഫ്രോക്കാണത്. അപ്പോൾ അത് ഹനി വിഷുക്കോടിയായിട്ട് അവരൊക്കെ കഴിച്ചു പോയി. ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ. അങ്ങനെ ഞാനും കൂടി കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ കുഞ്ഞു വിഷു ആഘോഷം സമാപിച്ചു. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധവുമായ ഒരു വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഏതു ദൂസര സങ്കല്പത്തിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഒരിത്തിരി കൊന്നപ്പൂവും. താങ്ക് യു.